കേരളത്തിൻ്റെ ADGP MR അജിത് കുമാർ ഒരിക്കൽ കൂടി വാർത്തയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ IPS ഉദ്യോഗസ്ഥനായ സഹോദ്യോഗസ്ഥനായ P. വിജയൻ എന്ന ആളെക്കുറിച്ച് വ്യാജമൊഴി നൽകി എന്നതിൻ്റെ പേരിലാണ് ഇത്തവണത്തെ വാർത്ത വന്നിരിക്കുന്നത്. DGP ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ, അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. ഇത്തവണ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് കരുതുന്നവർക്ക് വീണ്ടും തെറ്റുപറ്റും. കാരണം ഇതിനേക്കാൾ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവ വികാസങ്ങൾ, ആരോപണങ്ങൾ ഇതേ മിസ്റ്റർ MR അജിത് കുമാറിനെ കുറിച്ച് ഉണ്ടായിട്ടും ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തുകയാണ് ഉണ്ടായി. എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പലരും പല ഊഹാപോഹങ്ങളും പറഞ്ഞെങ്കിലും ഒന്നും തന്നെ അവിടെ വിലപ്പോയില്ല. ഏറ്റവും ഒടുവിൽ ഈ വാർത്ത വരുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന വിവരം അദ്ദേഹത്തെ കേരളത്തിൻ്റെ DGP ആയി തിരഞ്ഞെടുക്കാൻ സർക്കാർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പെറ്റ് ആണ് ഈ മിസ്റ്റർ അജിത് കുമാർ. PV അൻവർ ഉന്നയിച്ച നിരവധി പരാതികളിൽ, ആരോപണങ്ങളിൽ ഒന്നിനു പോലും വ്യക്തമായ, കൃത്യമായ, തൃപ്തികരമായ ഒരു മറുപടി ഈ സർക്കാരോ ഈ മുഖ്യമന്ത്രിയോ ഇതേവരെ നൽകിയിട്ടില്ല എന്ന് കാണാം. ഒരു ഉദ്യോഗസ്ഥനെ പറ്റി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി, ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത്രയേറെ സുരക്ഷിതത്വമൊരുക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കാം? ഇതിനു മുമ്പുണ്ടായ കോലാഹലത്തിൽ ഇദ്ദേഹം ഇന്ന് തന്നെ രാജിവെച്ച് ഒഴിയുമെന്നാണ് പലരും പ്രതീക്ഷിച്ചതെങ്കിലും ഒരിക്കലും അത് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു നിർണായക തെളിവുകൾ പലതും ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ, പ്രത്യേകിച്ച് വിജിലൻസ്, അവിഹിത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചൊക്കെ പല തെളിവുകളും സമർപ്പിച്ചു എന്നാണ് PV അൻവർ പറയുന്നത്. അൻവർ പോയി എന്നല്ലാതെ, അൻവർ പരാതിക്കാരൻ പോയി എന്നല്ലാതെ പരാതിക്ക് വിധേയനായ വ്യക്തി ഇപ്പോഴും പൂർണ്ണ ശക്തിയോടെ പവർഫുള്ളായി തുടരുന്നു അധികാരത്തിൽ. അത് ഒരു സർക്കാരിൻ്റെ ഇമേജിനെ തന്നെ ഏകദേശം ബാധിച്ചു എന്ന് പറയാം. ഇടതുപക്ഷ സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷം ഉണ്ടാക്കിയ ചില സൽപ്പേരുകളുണ്ടായിരുന്നു. കാരണം പ്രകൃതി ദുരന്തമാകട്ടെ, കോവിഡ് ആകട്ടെ, ആ കാലഘട്ടത്തിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ മെഷീനറി കാര്യക്ഷമമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, ഒരുപക്ഷെ അതിൻ്റെ പേരിൽ തന്നെയാണ് രണ്ടാമതൊരു ടേമിന് അവസരം ലഭിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ആദ്യ ടേമിലുണ്ടായ എല്ലാ സൽകീർത്തികളും ഈ ടേമിൽ രണ്ടാം ഊഴം കിട്ടിക്കഴിഞ്ഞ ശേഷം കുറേശ്ശെയായി പോയി എന്നതാണ് സാധാരണക്കാരുടെ കാഴ്ചപ്പാടിലുള്ള അനുഭവം. കടുത്ത ഇടതുപക്ഷ പക്ഷപാതികളും കടുത്ത വിമർശകരുമല്ലാത്ത ഒരു ന്യൂനപക്ഷം, അവർ ഭൂരിപക്ഷം തന്നെയാണ്. കാരണം നിഷ്പക്ഷമതികൾക്ക് ഇപ്പോഴുള്ള ആദ്യത്തെ 5 വർഷത്തിൽ ഇടതുപക്ഷ പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ചുണ്ടായിരുന്ന ഇമേജ് അല്ല രണ്ടാമത്തെ പിണറായി സർക്കാരിനെ കുറിച്ചുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് ആ രണ്ടാമത്തെ ടേമിനെ കുറിച്ചുള്ള അതൃപ്തിയിൽ ഒതുങ്ങാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ വളർന്നു വന്നത് ഈ മിസ്റ്റർ MR അജിത് കുമാറിൻ്റെ പേരിലാണ്. അതിനോട് മുഖ്യമന്ത്രി കാണിച്ച നിഷ്ക്രിയത്വം, അദ്ദേഹത്തെക്കുറിച്ച്, ആ പോലീസ് ഉദ്യോഗത്തിനെ കുറിച്ച് വരുന്ന എല്ലാ അഭിപ്രായങ്ങളെയും എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം പുച്ഛത്തോടെ, അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അത് ആ പോലീസുകാരൻ ഒരു പക്ഷേ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കാം, പക്ഷെ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇമേജിനെ എന്നേക്കുമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത അന്ധമായ ഇടതുപക്ഷ വിധേയത്വം പുലർത്തുന്നവർക്കൊഴികെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഈ അവസരത്തിൽ ഇനി
എന്ന് ചിന്തിക്കാൻ അധികം പേരും മെനക്കെടില്ല. കാരണം ADGP അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിനെതിരായിക്കൊണ്ടുള്ള ഒരു നടപടിയും ഈ ഗവൺമെന്റിൽ നിന്നോ ഈ മുഖ്യമന്ത്രിയിൽ നിന്നോ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ആ അവസ്ഥയിലേക്ക് അദ്ദേഹവും ഗവൺമെന്റും അദ്ദേഹവും ആഭ്യന്തര വകുപ്പും തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ ആളുകൾക്കിടയിൽ ഏറെക്കുറെ ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ മറ്റു പല മേഖലകളെയും ഈ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥനോട് അതിൻ്റെ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ മേധാവി അഥവാ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ഒരു വിധേയത്വം, ഈ ഒരു പക്ഷപാതിത്വം, ഇത് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെ തന്നെ സംസ്ഥാനത്ത് ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുതിയ സംഭവ വികാസങ്ങളിൽ വലിയ പ്രതീക്ഷയൊന്നും ആരും വെക്കേണ്ടതില്ല. ഇതും മറ്റേ പഴയ കാര്യങ്ങളെപ്പോലെ അവജ്ഞയോടെ അവഗണിക്കപ്പെട്ടേക്കാം എന്ന് മാത്രമേ ആരും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഏതായാലും കേരളത്തിൻ്റെ നിരവധി നന്മകൾ ഇതോടുകൂടി നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. പറയാൻ നിർബന്ധിതരാക്കുന്ന ഒരു കാര്യമാണ്, ഇടതുപക്ഷ ഗവൺമെൻറ് സർക്കാർ താരതമ്യേന മെച്ചപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചതെങ്കിലും ഈ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥനും ആഭ്യന്തര വകുപ്പും ഉണ്ടാക്കിയ ചില പേരുകൾ അത് ഈ സർക്കാരിനും ഈ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഈ സർക്കാരിന് ഒട്ടാകെയും വളരെ മോശമായ ഒരു ഇമേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള സത്യവും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ എല്ലാ നന്മകളും ഈ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മൂലം ജനങ്ങളിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.